കേരളത്തിൽ ഇപ്പോൾ ജനക്കൂട്ടത്തെ ഏറ്റവും ആകർഷിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഒരു രാഷ്ട്രീയ നേതാവുമല്ല, ഒരു സൂപ്പർ സ്റ്റാറുമല്ല, സൂപ്പർ താരങ്ങളുമല്ല. അത് വേടൻ എന്ന് വിളിക്കപ്പെടുന്ന ഹിരൺദാസ് മുരളിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വേടൻ്റെ പരിപാടികൾ, സംഗീത പരിപാടികൾ കാണുന്ന ഏതൊരു മലയാളിക്കും അത് ബോധ്യമാകും. മാത്രമല്ല, കേരളത്തിന് അടുത്ത് തമിഴ്നാട്ടിലും വേടൻ ഒരു ഹീറോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം വേടൻ്റെ തമിഴ് വേരുകൾ, തമിഴ് ശ്രീലങ്കയിൽ നിന്നും കേരളത്തിലെത്തിയ തമിഴ് വംശജയുടെ മകൻ എന്നതുകൊണ്ട് തന്നെ തമിഴിൻ്റെ ഒരംശം കൂടി, ആ ദ്രാവിഡ മനസ്സും സാരാംശം കൂടി വേടനിലുണ്ട്, അല്ലെ വേടൻ്റെ പാട്ടുകളിലുണ്ട്, കവിതകളിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വേടന് തമിഴ്നാട്ടിലും ആരാധകർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ, സംഗീത പരിപാടികളിൽ പാടുന്ന പാട്ടുകൾ, കവിതകൾ, അത് ഒരു കീഴാള രാഷ്ട്രീയം അതിലുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചിലർക്ക് ചില കോണുകളിൽ അസ്വസ്ഥത പടരുന്നുണ്ട്. ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. വേടനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, വേടനെ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ചില ഹിന്ദുത്വ അജണ്ടകളിൽ നിന്നും ഉയരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പറയുന്ന RSSന്റെ മുഖപത്രം എന്ന് പറയാവുന്ന കേസരിയുടെ മലയാളത്തിൽ ഇറങ്ങുന്ന കേസരിയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധുവിൻ്റെ വിലയിരുത്തൽ. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കേസരി RSSന്റെ മലയാളത്തിലെ ഒരു മുഖപത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ മുഖ്യ പത്രാധിപർ സ്ഥാനത്തിരിക്കുന്ന, മുഖ്യ എഡിറ്റർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അതിനെ നമ്മൾ ലഘുവായിട്ട് കാണാൻ പാടില്ല. ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കുന്ന RSS അതിനെ എങ്ങനെ വേടനെ വിലയിരുത്തുന്നു എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ഡോക്ടർ NR മധു പറഞ്ഞിരിക്കുന്നത്, കേസരിയുടെ അഭിപ്രായമാണല്ലോ അത്, പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ് കേസരിയും മുഖ്യ പത്രാധിപരും ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താ വെച്ചാൽ, സംഘികൾക്ക് കുരു പൊട്ടി തുടങ്ങി. ഈ കുരു പൊട്ടിയാൽ ചലമൊലിക്കും, മാലിന്യമാണ്. കുരു പൊട്ടി തുടങ്ങിയാൽ പിന്നെ അതിന് ചികിത്സ നടത്തുക എന്നതാണ് പിന്നെ ഉള്ള പോംവഴി. അപ്പോൾ സംഘികൾക്ക് കുരു പൊട്ടി തുടങ്ങി, വേടനെതിരെ സംഘികൾ രംഗത്ത് വരാൻ പോണു. അതിപ്പോൾ കേരളത്തിലാണ് തൽക്കാലം. ഇനി അത് തമിഴ്നാട് അറിയാമല്ലോ. വേടൻ പാടുന്ന പാട്ടുകളും കവിതകളും ശരിക്കും എന്താണ്, അത് പെരിയോറും അയ്യങ്കാളിയുമൊക്കെ പ്രതിനിധാനം ചെയ്ത ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമല്ല. അപ്പോൾ വേടന്റെ പാട്ടുകളിൽ തമിഴിൻ്റെ വലിയ സ്വാധീനമുണ്ട്. അത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വേടൻ, എൻ്റെ വീട്ടിൽ തമിഴ് സംസാരിച്ച് വളർന്നു വന്ന ആളാണ് ഞാൻ. എൻ്റെ അമ്മ തമിഴത്തിയാണ് എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് വന്ന തമിഴ് വംശജ എന്നർത്ഥത്തിൽ. അപ്പം തമിഴ് വളരെ മനോഹരമായൊരു ഭാഷയാണ്. അപ്പം എൻ്റെ പാട്ടുകളിലും കവിതകളിലും തമിഴ് നന്നായിട്ട് കടന്നു വരുന്നുണ്ട് എന്ന് വേടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ അയ്യങ്കാളിയെ അദ്ദേഹത്തിന് ചില പാട്ടിലും കവിതയിലും പരാമർശിക്കുന്നു. അപ്പോൾ ഒരു കീഴാള രാഷ്ട്രീയം വേടന്റെ പാട്ടുകളിലും കവിതകളിലും സംഗീത പ്രോഗ്രാമിലുമുണ്ട്. അതാണ് ഹിന്ദുത്വയെ RSS സംഘപരിവാർ ഗ്രൂപ്പുകളെ അലോസരപ്പെടുത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേസരിയുടെ മുഖ്യ പത്രാധിപരുടെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ വേടനെ തളച്ചേ പറ്റൂ. വേടനെ തളയ്ക്കാൻ എന്തു വഴി? വേടൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, രാഷ്ട്രീയം, കീഴാള രാഷ്ട്രീയം, സംഗീത പരിപാടിയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം, ഒരു ദളിത് രാഷ്ട്രീയം, അത് വളരെ വ്യക്തമാണ്. അതിനെ നേരിടാൻ എന്ത് ചെയ്യണം? അത് നമുക്ക് ഭൂഷണമല്ലല്ലോ, നമുക്കത് കൊള്ളില്ലല്ലോ എന്നൊക്കെ സംഘപരിവാർ ഹിന്ദുത്വ അജണ്ടക്കാർ വിചാരിച്ച് തുടങ്ങിയിരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ അഭിപ്രായങ്ങൾ. ഈ ആലങ്കാരികമായിട്ട് ഓരോരുത്തരെ ഓരോ പദവി വെച്ച് കഴിഞ്ഞാൽ ദളിതരെ, കീഴാളരെ,
അല്ലെ ആദിവാസികളെ കൂടെ നിർത്താമെന്ന് വിചാരിക്കുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് ഇപ്പോൾ ഒരു ആദിവാസി വനിത ദ്രൗപദി മുർമു ഇരിക്കുന്നത്. അതിനു മുമ്പ് ആരെ വെച്ചു? അതിനു മുമ്പ് രാംനാഥ് കോവിന്ദിനെ വെച്ചു. ഒക്കെ ഒരു പിന്നാക്ക ദളിത് മുഖം കൊണ്ടുവരാനും അതിൻ്റെ അകത്ത് സവർണ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന ഹിന്ദുത്വ അജണ്ടയെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകണം എന്ന ഒരു സന്ദേശം വേടന്റെ പരിപാടികളിലും പാട്ടിലും കവിതയിലുമൊക്കെ ഉണ്ട്. അതാണ് ഈ പറയുന്ന കേസരിയെ, RSSനെ, സംഘപരിവാരത്തെ അലോസരപ്പെടുത്തുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ വേടനെതിരെ ഇനി നീക്കങ്ങൾ ഉണ്ടാവാം. അപ്പോൾ വേടൻ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ വേടന്റെ പാട്ടുകളും പരിപാടികളും കവിതകളും എല്ലാം അത് എവിടെ ചെന്നാലും അവിടെ തടിച്ചുകൂടുന്ന ആയിരങ്ങളോ ലക്ഷങ്ങളോ ഒക്കെ വേടനെ ജാതീയമായിട്ട് കണ്ടിട്ടല്ലല്ലോ വരുന്നത്. വേടന്റെ പാട്ടുകളും കവിതകളും എങ്ങനെ അതുമായിട്ട് സംവദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വേടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വേടൻ പറയുന്നത് ഞാൻ ജാതി പറഞ്ഞു തന്നെയാണ് പാടുന്നത്. അത് ജാതി പറയും. എന്താണ്? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ അതുമല്ല, നീ നമ്പൂതിരിയുമല്ല, നീ ബ്രാഹ്മണനുമല്ല, പിന്നെനിക്ക് മൈ എന്ന് പറയുന്ന ബാക്കി പൂരിപ്പിക്കുക നമ്മുടെ പ്രേക്ഷകരെ എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ജാതി പറഞ്ഞു തന്നെയാണ് ജാതിയെ വേടൻ നേരിടുന്നത്. ഇത് തന്നെയാണ് പെരിയൂറും അയ്യങ്കാളിയും ഒക്കെ ചെയ്തത്. ജാതി പറഞ്ഞു തന്നെയാണ് അതിനെ നേരിട്ടത്. അത് തന്നെ പുതിയ രൂപത്തിൽ, പുതിയ സംഗീത ലോകത്ത്, പുതിയ രൂപത്തിൽ, പുതിയ റാപ്പർ എന്ന് പറയുന്ന മേൽവിലാസിൽ റാപ്പ് സംഗീതത്തിലൂടെ വേടൻ അവതരിപ്പിക്കുന്നു. അത് കാണുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാവുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ, ജനങ്ങൾ കേരളത്തിലെ ഒരു വ്യക്തിയുടെ ഒരു പരിപാടിയിലേക്ക് ഓടിയെത്തുന്നത് കാണുമ്പോൾ പലർക്കും അലോസരമുണ്ടാവും, ആശങ്ക ഉണ്ടാവും, ഉറക്കം നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ ഇടതുപക്ഷത്തിന് ഉറക്കം നഷ്ടപ്പെടില്ല. കാരണം ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് വേടൻ സംസാരിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ഭീതി ഇപ്പോ വേടനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ, അതുകൊണ്ടാണല്ലോ ചില കേസുണ്ടായത്. ഭരണതലത്തിലിരിക്കുന്ന ചിലരുടെ താല്പര്യപ്രകാരം ചില കേസുകളുണ്ടായി. അത് ഭരണതലത്തിൽ തന്നെ ഇടപെട്ടിട്ട് അതിനെ പരിഹരിച്ചു. ഇത്തരം കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞു, കൃത്യമായ മെസ്സേജ് കൊടുത്തു വനം വകുപ്പിനും പോലീസിനും. അത് കഴിഞ്ഞ് വേടൻ വീണ്ടും സ്വതന്ത്രമായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങി. കിളിമാനൂരിൽ നിർഭാഗ്യവശാൽ പരിപാടി നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഒരു സ്റ്റേജ് ടെക്നീഷ്യൻ മരിച്ച അവസ്ഥ, ഷോക്കടിച്ച് എന്ന്. അതുപോലെ അത് ക്യാൻസൽ ചെയ്തെങ്കിൽ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ, എത്ര ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. അതുപോലെ പിന്നീട് അതിനുശേഷം പ്രോഗ്രാം വയനാട്ടിലും ഒക്കെ നടത്തി. അവിടെയും വേടന്റെ പോപ്പുലാരിറ്റിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അപ്പൊ അത് കാണുന്നവർക്ക് ഒരു പ്രശ്നമാണ്. ഇയാളെ കേസിൽ കുടുക്കിയിട്ടും രക്ഷയില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യുക? വേടന് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇപ്പോഴത്തെ ചിന്ത. അപ്പോൾ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ വേടനെ എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ചിന്ത, BJPയുടെ ചിന്ത. UDF ഇക്കാര്യത്തിൽ പിന്നെ ഒന്നും ഇപ്പൊ പറയാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ്. പുതിയ പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വന്നെങ്കിലും, സണ്ണി വക്കീൽ, കോൺഗ്രസ് തിരിച്ചു വരുമോ എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും പ്രതീക്ഷയില്ല. രമേശ് ചെന്നിത്തല പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകം, ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകം, ഞങ്ങൾ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്, പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുമോ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പം പറയാൻ കഴിയുന്നില്ല. ഒരു ശക്തമായ തിരിച്ചൊരു കോൺഗ്രസിന്റെ പുതിയ നേതൃമാറ്റത്തിലൂടെ നേതൃമാറ്റം അതിന് ഗുണപ്പെടും എന്നൊക്കെ പറഞ്ഞ് എങ്ങും തൊടാതൊരു വർത്തമാനമാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറയുന്നത്. പറഞ്ഞാൽ രമേശിന് പോലും പ്രതീക്ഷയില്ല, കെ മുരളീധരന് പ്രതീക്ഷയില്ല. കെ മുരളീധരൻ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ തന്നെ പല അഭിപ്രായങ്ങളാണ്, ആരൊക്കെ എവിടൊക്കെ എന്നുള്ളതും എന്നിട്ട് കെ മുരളീധരൻ പറഞ്ഞ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക. കെ മുരളീധരൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത്, KPCC പുതിയ ഭാരവാഹികൾ സ്വീകരണം കൊടുക്കുന്ന ചടങ്ങിൽ കെ മുരളീധരൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് ഭയങ്കര തമാശയാണ്. അയാളുടെ നാവ് പൊന്നാണെന്ന്, അദ്ദേഹത്തിന്റെ നാവ് പൊന്നാണെന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. കെ മുരളീധരൻ പറഞ്ഞ ഏതാണ്ട് ഇങ്ങനെയാണ്, നമ്മൾ ഒറ്റ
ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പറയുമ്പോൾ ഇത് പിന്നെ ഒറ്റക്കെട്ടായി എന്ന് പറയാൻ പാടില്ല. കാരണം ഒറ്റക്കെട്ടായി എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ തന്നെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തോന്നും നമ്മൾ ഒറ്റക്കെട്ടല്ല, നമ്മൾ പല വഴിക്കാണ് എന്ന് തോന്നും എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടാണ് മുരളീധരൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. KPCC ഭാരവാഹികൾക്ക് സ്വീകരണം കൊടുത്തുകൊണ്ട്. അപ്പോൾ കോൺഗ്രസ് എവിടെയാണെന്ന് മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം, കോൺഗ്രസ് എവിടെയാണെന്ന് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. ഒരു പ്രാദേശിക നേതാവെന്ന് മാത്രം അവകാശപ്പെടാവുന്ന ഒരാൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന സണ്ണി വക്കീല്, അവിടുത്തെ പ്രാദേശിക സഹകരണ ബാങ്ക് പ്രസിഡന്റ്, പ്രസിഡന്റ്, പിന്നെ DCC പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് 3 തവണ MLA ആയി. അപ്പോൾ ഒരു കോൺഗ്രസിലെ കണ്ണൂരിലെ ഒരു കണ്ണൂരിലെ കുടിയേറ്റ മേഖലയിലെ ക്രിസ്ത്യാനികളായ കുടിയേറ്റക്കാരുടെ മേഖലയിലെ പേരാവൂർ മണ്ഡലത്തിലെ ഒരു പ്രാദേശിക നേതാവിനെയാണ് KPCCയുടെ പ്രസിഡന്റായിട്ട് ഇപ്പം നിയോഗിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ്. ഒരു കത്തോലിക്കനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ശരിയായി വരും എന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിന്റെ അവസ്ഥ അവരുടെ നേതാക്കൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ വെളിപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ ഇവിടെ സൂക്ഷിക്കേണ്ടത് BJP ആണ്, RSS അജണ്ടയാണ്. അവിടെയാണ് വേടനെതിരെ ഇപ്പൊ പുതിയ നീക്കം സംഘപരിവാർ രംഗത്ത് എത്തിയിരിക്കുന്നത്. കാരണം വേടന്റെ രാഷ്ട്രീയവും വേടന്റെ പരിപാടികളും ഇടതുപക്ഷത്തെ സഹായിക്കും, ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിനെ സഹായിക്കും എന്നുള്ളൊരു ഭീതി, ആശങ്ക സംഘപരിവാർ ഗ്രൂപ്പുകൾക്ക് വന്നു തുടങ്ങി. കോൺഗ്രസ്സുകാർക്കത് നേരം വെളുക്കണം ഇനിയും അതൊക്കെ മനസ്സിലാവാൻ. പറയല്ലാതെ വേറെ ഒന്നും നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക.